ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോർക്ക് ഉലർത്തുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പോർക്ക് നമ്മൾ ഒന്ന് വെള്ളം വാർന്ന് വരാനായിട്ട് നമ്മൾ ആ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കർ എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോർക്ക് നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ആ ഒരു ഇറച്ചിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കഴുകി അരിഞ്ഞ് വെക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും തേങ്ങാക്കൊത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി തയ്യാറാക്കാനായിട്ടുള്ള ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കൊത്തി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്തും കൂടെ ആ വെളിച്ചെണ്ണയിലിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു സവാളയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് പിടിപ്പിക്കണം. അപ്പോൾ അതേ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ആ ഒരു സവാള ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ അതേ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതേ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി നമ്മൾ ആ സവാളയിലേക്ക് ചേർത്ത് ആ പൊടികളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ആ കുക്കറിലുള്ള ഇറച്ചി മുഴുവനായും നമ്മൾ ആ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആ ഇറച്ചി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലൊന്ന് തൂകി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.